തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുമ്പോൾ തലസ്ഥാനത്ത് കൊണ്ടും കൊടുത്തും മുന്നണികൾ. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നുവെന്ന CPM പ്രചാരണത്തിന് തിരിച്ചടി. NDA സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയിൽ പരിഭ്രാന്തരായ LDF തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൂജപ്പുര LBSൽ കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 10:30-നും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 11 മണിക്കും വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാണ് LDFന്റെ വാദം. ഇതാണ് LDF ആയുധമാക്കുന്നത്. ഒരേ സ്ഥാപനത്തിൽ ഒരേ ദിവസം നടന്ന 2 പരിപാടികളിൽ ഒന്ന് മാത്രം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുന്നതെന്ന് NDA പാർലമെന്റ് മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് VV രാജേഷ് ചോദിച്ചു. ഇപ്പോൾ ഇന്നലെ ഒരു വിദ്യാർത്ഥികളുടെയുമായി ഒരു ഇൻട്രാക്ഷൻ NDA സ്ഥാനാർത്ഥി നടത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥി LBSൽ പൂജപ്പുര LBSൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതിന് തൊട്ട് മുമ്പ് അതേ വിദ്യാർത്ഥികളുമായി അതേ സ്ഥലത്ത് പന്ന്യൻ രവീന്ദ്രൻ സംവദിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് NDA സ്ഥാനാർത്ഥിയും ആ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. LDF കൊടുത്തിട്ടുള്ള പരാതി അടിസ്ഥാനരഹിതമാണ്. ന്യൂനപക്ഷ സമുദായത്തെ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളാണ് പ്രാപ്തരെന്ന് ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്കായിട്ടാണ് പരാജയ ഭീതി പൂണ്ട LDF ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. യുവാക്കൾക്കിടയിലും പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ LDFനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. UDF MPയെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പോലും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാനുള്ള LDF പരിശ്രമത്തിന്റെ ഭാഗമായാണ് NDA സ്ഥാനാർത്ഥിക്കെതിരെ തെറ്റായ പ്രചരണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം CAA കേസുകൾ പിൻവലിക്കുവാനും കേസുകൾ എത്രയും വേഗത്തിൽ കോടതികളിൽ എത്തിക്കുവാനും സർക്കുലർ പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ NDA തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും VV രാജേഷ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.